ഇതൊന്നും അറിയാത്ത ഒരാൾ വന്ന് നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ, നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾക്ക് അവിടെ റോൾ ഉണ്ടോ? ലൈഫിൽ സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവോയ്ഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പല രാത്രികളും നമുക്ക് ഉറങ്ങാൻ പറ്റാറില്ല. രാത്രി 1 മണി, 2 മണി, 3 മണി സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി എങ്ങാനും ഉറങ്ങിയാൽ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കും. പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. അത് ഭയങ്കര വല്ലാത്തൊരു ഭീകരാവസ്ഥയാണ്. രാത്രിയാണെന്നോ പകലാണെന്നോ ഒന്നും മനസ്സിലാവില്ല. ഭയങ്കര പേടിയിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണത്. പക്ഷെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിസ്സാരമായിട്ട് ഉള്ളൊരു കാര്യമായിരിക്കും. ആരെങ്കിലും നമ്മളൊന്ന് കളിയാക്കിയതോ, 4 ആളുടെ മുന്നിൽ വെച്ചൊന്ന് ഇൻസൾട്ട് ചെയ്തതോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ കൂടെ കൊണ്ടുനടക്കുന്ന നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഒന്ന് അവോയ്ഡ് ചെയ്തതോ, കളിയാക്കിയതോ, അങ്ങനെ ചെറിയൊരു മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചെറുതെന്ന് തോന്നുന്ന എന്തെങ്കിലും കാരണമായിരിക്കും അല്ലെ അത്. പക്ഷെ ഒരുപാട് കാലത്തോളം നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് ഇത് നയിക്കുന്നുണ്ട്. ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും നമ്മളെ സ്വാധീനിച്ചത്? നമ്മൾ അത്രത്തോളം അതിന് ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഉള്ളിലോട്ട് എടുത്തത് തന്നെയാണ് അതിന്റെ കാരണം. ഇതിന് നമ്മൾ വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റുമോ ഇനി പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ അങ്ങനെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ വഴിയിലൂടെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു കാരണമില്ലാണ്ട് നമ്മളോട് അടി ഉണ്ടാക്കാൻ വന്നു, നമുക്ക് അവരെ പറഞ്ഞ് തിരുത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മളത് ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അവിടെ നമുക്ക് തിരുത്താം. നമുക്ക് വേണ്ടി നമ്മളെ നമുക്ക് തിരുത്താം. എന്തിനാണ് ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ ഉള്ളോട്ട് എടുക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉള്ളോട്ടെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാന്നുള്ളത് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും, എത്ര ബോൾഡ് ആണെന്ന് പറഞ്ഞാലും, പല സമയത്തും നമ്മൾ വീക്ക് ആവുന്നത് ഇത്തരം ചെറിയ ചെറിയ ഇമോഷൻസിന്റെ പേരിലായിരിക്കും. നമ്മുടെ ഉറക്കമില്ലായ്മ, നമ്മുടെ ബാക്കി മാനസിക സമ്മർദ്ദം, അത് നമ്മളെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, നമ്മളെ കരിയർ ഗ്രോത്ത്, പഠനം, എല്ലാത്തിനെയും നന്നായിട്ട് ബാധിക്കും. അപ്പൊ നമ്മൾ തന്നെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. നമ്മൾ ഫാമിലിയിലോ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് നല്ല ഹാപ്പി ആയി കൂളായിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവാണ്. ആ സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാണ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ഡൗൺ ആയി പോകും. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും മര്യാദക്ക് ഒന്ന് ചിരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. എല്ലാ സമയത്തും ഈ ഒരു അവരെന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മുടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ദിവസങ്ങളോളം കഴിയും, ഇതേപോലെ തന്നെ പോവും. ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞാൽ പോലും, വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഇത് ഉണങ്ങാതെ നമ്മുടെ ഉള്ളിൽ കിടക്കും. ആ പറഞ്ഞ കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ആ പറഞ്ഞ ആൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നതും തിരുത്താൻ പറ്റുന്നതും നമ്മളെ മാത്രമാണ്. നമ്മുടെ സമാധാനത്തിനായിട്ട് ലോകത്തിൽ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. നമ്മുടെ കൂടെ ഉള്ളവർക്കും അതിൽ വലിയ റോളൊന്നുമില്ല. നമ്മുടെ സമാധാനം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ഉത്തരവാദിത്വം തികച്ചും നമുക്ക് മാത്രമാണ് ഉള്ളത്. നമ്മൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പഠിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. നമ്മൾ കടന്നുപോയിട്ടുള്ള വഴികളും നമ്മൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എവിടെയെങ്കിലും വീക്ക് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലും അറിയാവുന്ന ആള് നമ്മൾ മാത്രമാണ്. അതിന്റെ റീസൺ പോലും അറിയാവുന്നത് നമുക്ക് മാത്രമാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ വന്ന് നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ, നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾക്ക് അവിടെ റോൾ ഉണ്ടോ? അയാൾ അവിടെ യോഗ്യനാണോ? അയാൾക്ക് അവിടെ അർഹതയുണ്ടോ എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് ഇവിടെ പ്രസക്തി ഒന്നുമില്ല. നൈസായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആളാണ് അയാള്. അയാളെ പറഞ്ഞ് തിരുത്താനോ അയാളെ ശരിയാക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് പറ്റുന്നത് നമ്മളെ തിരുത്താന്നുള്ള കാര്യം മാത്രമാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമ്മളെ പറ്റി ഒരു കാര്യം അറിയാത്ത ഒരാളാണ് അയാള്. അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ നമ്മളെ പറ്റി അങ്ങനെ പറയില്ലായിരുന്നു. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ റോൾ ഇല്ലാത്ത ഒരാളെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ റോൾ ഇല്ലാത്ത ഒരാളുടെ വാക്കുകൾ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അത് ആലോചിച്ച് നടക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ അതിനും എത്രയോ മുകളിലാണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല സ്ഥലത്തും സക്സസ് ആവും. ഇനി നമ്മൾ അത്രത്തോളം അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സങ്കടങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഡിസ്റ്റർബൻസുകളോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എവിടെയെങ്കിലും കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുക, കണ്ണടച്ചിരിക്കുക, ഒരു 5-6 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, വളരെ റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്താണോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ കാര്യം അത് കണ്ണടച്ചുകൊണ്ടിരുന്ന് ആ ഒരു കാര്യം മൈൻഡിൽ ഇങ്ങനെ അടുക്കി 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 വെക്കുക. ഒരു ബുക്ക് അടുക്കി വെക്കുന്ന പോലെ മൈൻഡിൽ അടുക്കി 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 വെക്കുക. അവസാനം ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കൂമ്പാരായിട്ട് ഇരിക്കുകയാണ്, ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഒരു തീപ്പെട്ടി എടുത്ത് ആ ഒരു ബുക്കിന്റെ താഴെ അല്ലെങ്കിൽ അടുക്കി വെച്ച ഏറ്റവും അടിയിലായിട്ട് ഒന്ന് നമ്മൾ കത്തിച്ചു കൊടുക്കാം. അത് കത്തി 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 ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അത് കാണുന്നതിലൂടെ, അത് കത്തി തീരുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളും തീർക്കാൻ നമുക്ക് പറ്റണം. പിന്നെ ആ പ്രശ്നമില്ല. ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് പറയാ. അപ്പൊ നമ്മുടെ സമാധാനം നമ്മുടെ മാത്രം കാര്യമാണ്, നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക.